നമുക്കിന്നൊരു തണ്ണിമത്തൻ അച്ചാർ നോക്കാം. ഇതെടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായി കഴുകി വയ്ക്കാം. പിന്നീട് അത് നമുക്ക് അതിൻ്റെ പുറംതൊലി ഒന്ന് കളഞ്ഞു വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞു വയ്ക്കാം. ചെറിയ കഷ്ണങ്ങളാക്കണം. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് വെള്ളത്തിലിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടി നമുക്ക് ഒരു ബൗള് വിനാഗിരിയും ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും വേണം. വെള്ളം വച്ചതിന് ശേഷം വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നന്നായി തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് തിളയ്ക്കണം. ശേഷം നമുക്ക് കോരി വയ്ക്കാം. നമുക്കിനി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് ഞാനൊരു പാനിൽ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് ഇളക്കണം. ഇപ്പം വെള്ളം വറ്റി തുടങ്ങി. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതിൻ്റെ വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്കറിയാം എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി അച്ചാറിടാം. ഞാൻ അതേ എണ്ണയിൽ തന്നെയാണ് അച്ചാറിടുന്നത്. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്നിച്ചിട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇളക്കാം. ബ്രൗൺ കളറാകുന്നിടം വരെ ഇളക്കണം. ഇപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് കായപ്പൊടി, 1 സ്പൂണ് ഉലുവാപ്പൊടി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുന്നിടം വരെ ഇളക്കണം. ഇനി നമുക്കൊരു 200 ml വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കത് ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കുക. ഒരു 2 മിനിറ്റ് ഇതുപോലെ അടുപ്പിൽ വെച്ചിരിക്കണം. ഇനി നമുക്ക് ഉലുവായും കടുകും വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂണും ഞാൻ കറിവേപ്പില ഉണങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്നത് അത് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ.